വാശിയും ചൂടുമേറിയ മത്സരങ്ങൾക്കൊടുവിലിതാ പാർലമെന്റ് സമ്മേളനവും പ്രതിപക്ഷ നേതാവ്, സ്പീക്കർ തെരഞ്ഞെടുപ്പും എല്ലാം നടന്നിരിക്കുകയാണ്. എല്ലാ എംപിമാരും ഇതിനോടകം തന്നെ സത്യപ്രതിജ്ഞയും നടത്തിക്കഴിഞ്ഞു. സഭയുടെ ആരംഭത്തിൽ തന്നെ 2 എംപിമാരെ അയോഗ്യനാക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഒന്ന്, യുപിയിലെ ബറേലിയിൽ നിന്നുമുള്ള BJP അംഗം ഛത്രപാൽ സിംഗ് ഗ്യാൻവറും, രണ്ടാമത്തേത് ഹൈദരാബാദ് എംപിയും AIMIM നേതാവുമായ അസ്ദീൻ ഒവൈസിയുമാണ്. ഇരുവർക്കുമെതിരെയുള്ള ഉന്നയിക്കുന്ന വിഷയം ഒന്ന് തന്നെ: സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാജ്യവിരുദ്ധമായ മുദ്രാവാക്യം വിളിച്ചു എന്നതാണ്. ഛത്രപാൽ സിംഗ് ഗ്യാൻവർ ലോക്സഭയിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജയ് ഹിന്ദ് രാഷ്ട്ര മുദ്രാവാക്യം വിളിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കിയെങ്കിൽ, ഒവൈസി ജയ് പാലസ്തീൻ മുദ്രാവാക്യം വിളിച്ചതിനെതിരായി BJP അംഗങ്ങളും പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നു. ഇതോടെ രാജ്യവിരുദ്ധമായ മുദ്രാവാക്യം വിളിച്ച അംഗങ്ങളെ അയോഗ്യനാക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തേക്ക് വന്നു. ഒപ്പം BJPയും ജയ് ഭീം, ജയ് തെലങ്കാന, ജയ് പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒവൈസി സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത്. ഛത്രപാൽ സിംഗിന്റെ പ്രസ്താവന ഭരണഘടന വിരുദ്ധമാണെന്ന് ഇന്ത്യ മുന്നണിയിലെ എംപിമാർ കുറ്റപ്പെടുത്തി. ഭരണഘടനയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് BJP എംപിയുടെ നടപടിയെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ഒവൈസി സത്യപ്രതിജ്ഞ ചെയ്യുവാൻ എഴുന്നേറ്റപ്പോൾ BJP എംപിമാർ ജയ് ശ്രീറാം മുദ്രാവാക്യം മുഴക്കിയതിന് മറുപടിയായിട്ടായിരുന്നു ജയ് ഫലസ്തീൻ, തക്ബീർ, അല്ലാഹു അക്ബർ മുദ്രാവാക്യം ഉയർത്തിയത്. ബീഹാറിലെ സ്വതന്ത്ര MP പപ്പു യാദവ് ക്രമക്കേട് കണ്ടെത്തിയ നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണമെന്ന മുദ്രാവാക്യം എഴുതിയ ടീഷർട്ട് ധരിച്ചെത്തിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിനിടയിലാണ് BJP MP ജയ് ഹിന്ദു രാഷ്ട്ര മുദ്രാവാക്യം ഉയർത്തിയതും. വൻ ഭൂരിപക്ഷത്തെ അധികാരത്തിലേറിയാൽ ഭരണഘടന തിരുത്തുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് BJP വ്യക്തമാക്കിയിരുന്നെങ്കിലും കേവല ഭൂരിപക്ഷത്തിൽ സാധിക്കാതെ പോയ പാർട്ടി സഖ്യ സർക്കാർ രൂപീകരിക്കുകയായിരുന്നു. ഒരാൾ ഹിന്ദു രാഷ്ട്രമെന്നും മറ്റൊരാൾ പാലസ്തീനെയും വിളിച്ച് പരസ്പരം മറുപടി പറയുമ്പോൾ ഇവിടെ തെളിഞ്ഞു വരുന്നത് ഈ രാജ്യം എത്രത്തോളം മതത്തിൽ അധിഷ്ഠിതമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇക്കാലമത്രയും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളായിരുന്നു ഇവരെങ്കിൽ, ഇന്നിവിടെ കാണാൻ സാധിക്കുന്നത് ഒരാൾ ഹിന്ദുവിന്റെയും മറ്റൊരാൾ മുസ്ലിമിന്റെയും പ്രതിനിധികളായിട്ടാണ്. മതേതര രാജ്യമായ ഇവിടം, ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മുഖമായ ഇന്ത്യ ഇന്ന് മതരാജ്യമായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഈ 2 എംപിമാരുടെയും പെരുമാറ്റം.